ഹായ്, വെൽക്കം ടു റെനീസ് PSC സോൺ. നമുക്കിന്ന് മനോരഥങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് നോക്കാം. പ്രസ്താവന ചോദ്യങ്ങളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് നോക്കാവേ. MTയുടെ പിറന്നാൾ മധുരം നുകർന്ന മലയാള സിനിമാ ലോകം. ഇതിഹാസങ്ങൾ ഒന്നിക്കുന്ന മനോരഥങ്ങൾ പ്രിയ എഴുത്തുകാരന് മലയാളത്തിന്റെ ജന്മദിന സമ്മാനം. MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചലച്ചിത്രം മനോരഥങ്ങൾ ഓഗസ്റ്റ് 15 പ്രേക്ഷകരിലേക്ക്. പാർവതി തിരുവോത്ത്, സുരഭി ലക്ഷ്മി, ആൻ അഗസ്റ്റിൻ, മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, ബിജു മേനോൻ, ഇന്ദ്രജിത്ത്, സുകുമാരൻ, വിനീത് തുടങ്ങിയവർ ഭാഗമാവുന്ന ആന്തോളജി സീരീസ് C5 റിലീസ് ചെയ്യുന്നത്. പ്രിയദർശൻ, മഹേഷ് നാരായണൻ, ശ്യാമപ്രസാദ്, ജയരാജ്, രതീഷ് അമ്പാട്ട്, സന്തോഷ് ശിവൻ, രഞ്ജിത്ത് തുടങ്ങിയവരാണ് ആന്തോളജി സീരീസ് ഒരുക്കുന്നത്. MT വാസുദേവൻ നായരുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി നായരും ആന്തോളജി സീരീസിൽ സംവിധായക ആവുന്നുണ്ട്. ഓളവും തീരവും ശിലാലിഖിതം എന്നീ 2 ചിത്രങ്ങളാണ് പ്രിയദർശന്റെ സംവിധാനത്തിലൂടെ എത്തുന്നത്. ഓളവും തീരവും എന്ന ചിത്രത്തിൽ മോഹൻലാലും ശിലാലിഖിതത്തിൽ ബിജു മേനോൻ നായക വേഷത്തിൽ എത്തുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് ഒരുക്കുന്ന ചിത്രമാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. MTയുടെ ആത്മകഥാംശമുള്ള PK വേണുഗോപാൽ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ച എന്ന നിലയ്ക്ക് MT എഴുതിയ യാത്രാക്കുറിപ്പാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. ശ്രീലങ്കയിലേക്കുള്ള മമ്മൂട്ടിയുടെ കഥാപാത്രം നടത്തുന്ന യാത്രയാണ് ചിത്ര പശ്ചാത്തലം. ഷെർലക് എന്ന ചെറുകഥ ഫഹദ് ഫാസിലാണ് നായകൻ. അത് സംവിധാനം ചെയ്തത് മഹേഷ് നാരായണനാണ്. ശ്യാമപ്രസാദ് സംവിധാനത്തിൽ കാഴ്ച സിനിമയാകുമ്പോൾ നായികയായി പാർവതി തിരുവോത്തും എത്തുന്നു. ജയരാജ് സംവിധാനം ചെയ്യുന്ന സ്വർഗം തുറക്കുന്ന സമയത്തിൽ ഇന്ദ്രൻസ്, സുരഭി എന്നിവർ വേഷമിടുന്നു. സന്തോഷ് ശിവയുടെ സംവിധാനത്തിൽ പിറക്കുന്ന അഭയം തേടി വീണ്ടും എന്ന ചിത്രത്തിൽ സിദ്ദിഖാണ് മുഖ്യവേഷം. ഇന്ദ്രജിത്തും അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്ന കടൽക്കാറ്റ്, രതീഷ് അമ്പാട്ടും ചിത്രത്തിൽ മധുബാല, അശ്വതി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്നത്. വിൽപ്പന MT വാസുദേവൻ നായരുടെ മകൾ അശ്വതിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ്, അതായത് ഓരോ നോട്ട് വൈസ് ആയിട്ട് എഴുതിയത് പഠിക്കാം. ഇങ്ങനെ വായിക്കുമ്പോൾ പോയിന്റ്സ് എഴുതി എടുക്കണം. ഞാൻ പോയിന്റ്സ് എഴുതി വെച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ഇതാണ് MTയുടെ മകൾ അശ്വതി ശ്രീകാന്ത്. നോക്കാം. MT തിരക്കഥ രചിച്ച 9 സിനിമകളുടെ സമാഹാരം. എത്ര സിനിമകളാ മനോരഥങ്ങളില്? 9 സിനിമകളുടെ സമാഹാരം. അത് ഏതൊക്കെയാ നോക്കാം. ആർട്ട് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഓളവും തീരവും ശിലാലിഖിതവും സംവിധാനം ചെയ്തത് പ്രിയദർശൻ. കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് രഞ്ജിത്ത്. ഷെർലക്ക് മഹേഷ് നാരായണൻ. അഭയം തേടി വീണ്ടും സന്തോഷ് ശിവൻ. സ്വർഗം തുറക്കുന്ന സമയം ജയരാജ്. കാഴ്ച ശ്യാമപ്രസാദ്. വിൽപ്പന അശ്വതി ശ്രീകാന്ത് MTയുടെ മകൾ. കടൽക്കാറ്റ് രതീഷ് അമ്പാട്ട്. മൈൻഡ്സ് എസ്കേപ്സ് എന്ന പേരിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും ഈ പടം ഇറങ്ങുന്നു. മനസ്സിലാക്കുക. ചിലപ്പോൾ ചോദിക്കാം മനോരഥങ്ങൾ ഏതൊക്കെ ഭാഷയിൽ ഇറങ്ങുന്നു? ഏതൊക്കെ ഭാഷയിലാ? മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്. MTയുടെ ആത്മകഥാംശമുള്ള PK വേണുഗോപാൽ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത്. ഏത് സിനിമയിലൂടെ? കടുകണ്ണാവ ഒരു യാത്രാക്കുറിപ്പ്. നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ച എന്ന നിലയ്ക്ക് MT എഴുതിയ യാത്രക്കുറിപ്പാണ് കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്. MTയുടെ ജന്മദിനമായ ജൂലൈ 15 ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ നടന്നത്. MTയുടെ മകളും നർത്തകിയുമായ അശ്വതി ശ്രീകാന്ത്
സംവിധാനം ചെയ്ത സിനിമയാണ് വിൽപ്പന. ഓളവും തീരവും എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? മോഹൻലാൽ. ശിലാലിഖിതത്തിൽ ആരാ അഭിനയിച്ചത്? ബിജു മേനോൻ. കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് മമ്മൂട്ടി. ഷെർലക്ക് ഫഹദ് ഫാസിൽ. അഭയം തേടി വീണ്ടും സിദ്ദിഖ്. സ്വർഗം തുറക്കുന്ന സമയം നെടുമുടി വേണു. സുരഭി ഇന്ദ്രൻസ്. കാഴ്ച പാർവതി തിരുവോത്ത്. ശ്യാമപ്രസാദ് സംവിധായകനാണ്. കാഴ്ചയിൽ ആരാണ്? പാർവതി തിരുവോത്ത്. കടൽക്കാറ്റ് ഇന്ദ്രജിത്ത്, അപർണ ബാലമുരളി. വിൽപ്പന ആസിഫ് അലി, മധുബാല. അപ്പോൾ മനോരഥങ്ങൾ എന്താണെന്ന് ആ സിനിമയെ കുറിച്ച് കിട്ടാവുന്ന എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായല്ലോ? ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ കഥകളാണെന്നും എത്ര സിനിമകൾ ഒന്നിച്ചു ചേർത്തതാണെന്നും എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, എല്ലാവരും കാണുക. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്